2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 200ൻ്റെ വില എത്ര? ഇത് ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുകയാണ്. തുടക്കം മുതൽക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക. തുടക്കം മുതൽക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ സൂത്രവാക്യം n × n+1. അപ്പോൾ ഇതിൽ n എന്ന് പറഞ്ഞാൽ എണ്ണാണ്. ഇതിൽ നമുക്ക് എണ്ണം എത്രയെന്ന് അറിയില്ല. തുടക്കം മുതൽക്കുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം കാണാൻ അവസാന ഇരട്ട സംഖ്യയുടെ പകുതി എടുത്താൽ മതി. 200ൻ്റെ പകുതി 100. അപ്പോൾ ഇതിൽ ആകെ 100 ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. എന്നിൻ്റെ വില കൊടുക്കുമ്പോൾ 100 × 100+1, 100 × ഇത് കൂട്ടുമ്പോൾ 101, ഗുണിച്ച ഉത്തരം 10100. 45 × 28 × 12 = 15120 ആയാൽ 90 × 28 × 60 എത്ര? 90 × 28 × 60 എന്നുള്ളതിന് നമുക്ക് 90 എന്നുള്ളത് 2 × 45 എന്ന് പിരിച്ചെഴുതാം. 28 അതുപോലെ എഴുതാം. ഇൻറ്റു 60നെ 5 × 12 എന്ന് എഴുതാം. ഇതിൽ ഈ 2ഉം 5ഉം കൂടി ഗുണിച്ചാൽ 10 എന്ന് വരും. ബാക്കി എന്താ? 45 × 28 × 12. 10 × 45 × 28 × 12 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് വില എത്രയാണ്? 15120. അപ്പോൾ ഇതിന് പകരം 15120 എഴുതി 10 കൊണ്ട് 15120 ഗുണിച്ചാൽ ഉത്തരം 1,51,200. 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് 9999 വില എത്ര? ഈ കണക്ക് എളുപ്പ വഴിയിൽ ചെയ്യാം. ഈ ഓരോ സംഖ്യകളുടെയും കൂടെ ഒന്ന് കൂട്ടുക. 9999 കൂടെ ഒന്ന് കൂട്ടിയാൽ 10,000, 999 കൂടെ ഒന്ന് കൂട്ടിയാൽ 1000, 99 കൂടെ ഒന്ന് കൂട്ടിയാൽ 100, 9 കൂടെ ഒന്ന് കൂട്ടിയാൽ 10. എന്നിട്ട് 10,000, 1000, 100, 10 കൂടി കൂട്ടുമ്പോൾ 11,110 എന്ന് വരും. നമ്മളിവിടെ ആദ്യം 1 1 1 1 അതായത് 4 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവസാനം എന്ത് ചെയ്യണം? 4 കുറയ്ക്കണം. 11,110 4 കുറച്ചാൽ ഉത്തരം 11,106. എത്ര 1/10 പ്ലസ് 1/20 പ്ലസ് 1/30 ചേർന്നാലാണ് 1/5 പ്ലസ് 1/10 പ്ലസ് 1/15 ലഭിക്കുക? ഉത്തരം കാണാൻ ഈ രണ്ട് തുകകളും വേറെ വേറെ കാണുക. അതിനുശേഷം രണ്ടാമത്തെ ഉത്തരത്തെ ആദ്യത്തെ ഉത്തരം കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് ആദ്യം 1/10 പ്ലസ് 1/20 പ്ലസ് 1/30 കൂട്ടാം. അതിനായിട്ട് 10, 20, 30 ഛേദങ്ങളുടെ LCM കാണണം. 10ൻ്റെ ഗുണിതമാണ് 20. അപ്പോൾ നമുക്ക് 10 ഒഴിവാക്കി 20ൻ്റെയും 30ൻ്റെയും മാത്രം LCM കണ്ടാൽ മതി. 10 കൊണ്ട് ഹരിക്കുമ്പോൾ 20, 20, 3, 10, 30. 10 × 2 × 3 LCM 60. ഈ ഛേദങ്ങളെല്ലാം 60 ആക്കണം. അപ്പോൾ 1/10നെ 6/6 കൊണ്ട് ഗുണിക്കണം. 1/20നെ 3/3 കൊണ്ട് ഗുണിക്കണം. 1/30നെ 2/2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 6/60 പ്ലസ് 3/60 പ്ലസ് 2/60 കൂട്ടുമ്പോൾ 6, 3, 9, 2, 11/60. രണ്ടാമത്തെ തുക ആണ് 1/5 പ്ലസ് 1/10 പ്ലസ് 1/15. ഛേദങ്ങളുടെ ലസാഗു 5, 10, 15 LCM കാണണം. 5ൻ്റെ ഗുണിതമാണ് 10. 5 ഒഴിവാക്കി 10ൻ്റെയും 15ൻ്റെയും LCM കണ്ടാൽ മതി. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 25, 10, 3, 15. LCM പറഞ്ഞാൽ 5 × 2 × 3 30 ആണ്. എല്ലാ ഛേദങ്ങളെയും 30 ആക്കി മാറ്റാൻ 1/5നെ 6/6 കൊണ്ടും 1/10നെ 3/3 കൊണ്ടും 1/15നെ 2/2 കൊണ്ടും ഗുണിക്കണം. അപ്പോൾ ഇവിടെ 6/30 പ്ലസ് ഇത് 3/30 പ്ലസ് ഇത് 2/30 കൂട്ടുമ്പോൾ 6, 3, 9, 2, 11/30. 11/30നെ 11/60 കൊണ്ട് ഹരിക്കുക. അതായത് ഹരിക്കുക പറയുമ്പോൾ ഏതുകൊണ്ട് ഹരിക്കണോ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. 11/30 × 60/11. 11ഉം 11 വെട്ടിപ്പോയിട്ട് 60/30 ഹരിച്ച 2 ഉത്തരം. ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 105? അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്. ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക സൂത്രവാക്യം n × n-1/2 ആണ്. തുക നമുക്ക് തന്നത് 105. അപ്പോൾ n × n-1/2 സമം 105 എന്നെഴുതാം. ഈ സമവാക്യത്തിൽ /2 സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ × 2 ആവും. അപ്പോൾ n × n-1 = 105 × 2 ഗുണിക്കുമ്പോൾ 210.
ഇപ്പോൾ കിട്ടിയ സമവാക്യം n × n-1 സമം 210. ഈ സമവാക്യത്തിൽ എന്നിന് ഓപ്ഷൻസിലത്തെ ഓരോ വിലകൾ എടുത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം 15 എന്ന് വില കൊടുക്കുക എന്നിന്. അപ്പോൾ 15 × 15 - 1 എന്ന് വരും. അതായത് 15 × 15 എന്ന് കുറച്ചാൽ 14, 15 × 14 ഗുണിച്ചാൽ 210. നമ്മുടെ സമവാക്യത്തിൻ്റെ വലതുവശവും 210 ആണ്. അപ്പോൾ ഓപ്ഷൻസിൽ ആദ്യത്തെ സംഖ്യയായ 15 എന്നിന് കൊടുക്കുമ്പോൾ ഈ സമവാക്യം ശരിയാവുന്നുണ്ട്. അതുകൊണ്ട് എന്നിൻ്റെ വില 15 ആണ്. അതായത് ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 105. ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 105? ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക സൂത്രവാക്യം n × n-1/2 ആണ്. തുക നമുക്ക് തന്നിട്ടുണ്ട് 105 സമം 105. നമുക്ക് എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വിലയാണ് കാണേണ്ടത്. അപ്പോൾ ഈ സമവാക്യത്തിൽ /2 സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ n × n-1 സമം 105 × 2. 0 മുതൽ 39 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക കാണുക. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യം മുതൽക്കുള്ള ഹോൾ നമ്പേഴ്സ് 0 മുതൽക്ക് പറയുമ്പോൾ ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക സൂത്രവാക്യം n × n-1/2. അപ്പോൾ 0 മുതൽക്ക് 39 വരെയുള്ള അഖണ്ഡ സംഖ്യകൾ പറഞ്ഞാൽ 0, 1, 2, 3, 4 അങ്ങനെ 39 വരെ. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ഇതിൽ 40 എണ്ണം ഉണ്ട്. 39 വരെ എണ്ണൽ സംഖ്യകളുണ്ട്, 0 എന്ന സംഖ്യയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകെ 40 സംഖ്യയുണ്ട്. അപ്പോൾ എന്നിന് പകരം 40 × 40 - 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. 40 × 40 എന്ന് കുറച്ചാൽ 39 ഡിവൈഡഡ് ബൈ 2. 40ഉം 2ഉം ഹരിക്കുമ്പോൾ 20 വരും. × 39, 20 × 39 ഗുണിച്ചാൽ ഉത്തരം 780. 78,930 9ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള തുക എത്ര? 78,930 9ൻ്റെ സ്ഥാനവില. 9ൻ്റെ സ്ഥാനവില പറയുമ്പോൾ നമ്മൾ ആദ്യം 9 എഴുതുക. അതിനുശേഷം 9ന് ശേഷം എത്ര അക്കമുണ്ടോ അത്രയും പൂജ്യങ്ങൾ ഈ 9ൻ്റെ വലവശത്ത് ഇടുക. 9 ശേഷം 2 അക്ക ഉള്ളത്. അപ്പോൾ ഈ 9 ശേഷം 2 പൂജ്യങ്ങൾ ഇടുക. അതായത് 9ൻ്റെ സ്ഥാനവില എത്രയാണ്? 900. ഇനി 9ൻ്റെ സ്ഥാനവില എഴുതി. മുഖവില പറഞ്ഞാൽ അത് തന്നെയാണ് എപ്പോഴും. അപ്പോൾ 9ൻ്റെ മുഖവില എത്ര? 9 തന്നെയാണ്. അപ്പോൾ നമ്മൾ 2 എഴുതി. ഇനി എന്താ ഇത് തമ്മിൽ തുക കാണാൻ പറഞ്ഞത്? 900ഉം 9ഉം കൂട്ടിയ ഉത്തരം 909. 100 × 83 × 39നെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി 100 × 83 × 39 ഹോൾ ഡിവൈഡഡ് ബൈ 9. ഇതിൽ ഓരോ സംഖ്യയെയും 9 കൊണ്ട് ഹരിക്കുക. 100ൽ 9, 11 9 99, ശിഷ്ടം ഒരു 1 വരും. ആ 1 ഇവിടെ എഴുതി. 83ൽ 9, 9 81, ബാക്കി ശിഷ്ടം 2 വരും. അതിവിടെ എഴുതി. 39ൽ 9, 4 9 36, ഒരു ശിഷ്ടം 3 വരും. അതിവിടെ എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ 9. ഇനി 1, 2, 3 അംശങ്ങൾ ഗുണിക്കുമ്പോൾ 6 വരും. ബൈ ഛേദം 9. 6നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും പോവില്ല. കാരണം അംശം ഇവിടെ ചെറുതും ഛേദം വലുതുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പോലും പോവില്ല. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അംശം മുഴുവൻ ഇവിടെ ശിഷ്ടമാണ്. അപ്പോൾ ഉത്തരം ശിഷ്ടം എത്രയാണ്? 6. 22.468 എന്ന സംഖ്യയുടെയും അതിൻ്റെ 1/10ൻ്റെയും 1/100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യയുടെയും തുക എത്ര? 22.468. ദശാംശ സംഖ്യയിൽ ദശാംശം കഴിഞ്ഞ ഉടനെയുള്ള ആദ്യത്തെ അക്കാണ് 1/10ൻ്റെ സ്ഥാനം. ദശാംശം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അക്കാണ് 1/100ൻ്റെ സ്ഥാനം. ദശാംശം കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ അക്കാണ് 1/1000ൻ്റെ സ്ഥാനം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ 22.468 എന്ന് എഴുതി. പിന്നെ പറയണത് ഈ 1/10ൻ്റെയും 1/100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റണം. 1/10ൻ്റെയും 1/100 ഈ 2 അക്കങ്ങൾ പരസ്പരം മാറ്റുക. അപ്പോൾ എന്ത് വരും? 22.648. ഈ 2 സംഖ്യയുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടുക. ഉത്തരം 45.116. 92 × 112 × 124നെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? കണ്ടുപിടിക്കാൻ എളുപ്പ വഴി ഈ ഓരോ സംഖ്യയെയും 11 കൊണ്ട് ഹരിക്കുക. 92നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 11 88, ശിഷ്ടം 4. 112നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 11 110, ശിഷ്ടം 2.
124 11 കൊണ്ട് ഹരിക്കുമ്പോൾ 11 11 121 ശിഷ്ടം 3. ഇനി ഈ 3 ശിഷ്ടങ്ങളും കൂടി ഗുണിച്ചിട്ട് 4 × 2 × 3 വീണ്ടും ഒരിക്കൽ കൂടി 11 കൊണ്ട് ഹരിക്കുക. 4 2 8 3 24/11. 24 11 11 22 ശിഷ്ടം 2 വരും. ഈ ശിഷ്ടമാണ് നമ്മുടെ ഉത്തരം 2.